ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വട്ടപൂജ്യത്തിൽ നിന്നും ഈ നക്ഷത്ര ജാതകർ ഇനി കുതിച്ചുയരും. ആദിത്യൻ സെപ്റ്റംബർ 1 മുതൽ 16 വരെ ചിങ്ങം രാശിയിലും തുടർന്ന് കന്നി രാശിയിലും സഞ്ചരിക്കുന്നു. പൂരം, ഉത്രം, അത്തം എന്നീ ഞാറ്റുവേലകൾ ഈ കാലത്ത് കടന്നുപോകും. വെളുത്ത പക്ഷത്തിൽ മാസം തുടങ്ങുന്നു. സെപ്റ്റംബർ 7 വെളുത്ത വാവാണ്. അന്ന് ചതയം നക്ഷത്രത്തിലായി പൂർണ്ണ ചന്ദ്രഗ്രഹണവും സെപ്റ്റംബർ 21 കറുത്ത വാവും ഭവിക്കുന്നു. പിറ്റേന്ന്, അതായത് സെപ്റ്റംബർ 22 ആശ്വിന മാസവും ശരത് ഋതുവും നവരാത്രിയും ആരംഭിക്കുന്നു. ദുർഗാഷ്ടമി സെപ്റ്റംബർ 30 മഹാനവമിയും വിജയദശമിയും ഒക്ടോബർ 1-2 തീയതികളിലായിട്ടാണ് വരുന്നത്. ശനിയുടെ സ്ഥിതി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. എന്നാൽ ശനിക്ക് വക്രഗതിയുമുണ്ട്. വ്യാഴം മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി 2-ാം പാദത്തിലും കേതു കന്നി രാശിയിൽ പൂരം 1-ാം പാദത്തിലും തുടരുകയാണ്. ചൊവ്വ മാസാദ്യം കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലാണ്. തുടർന്ന് ചിത്തിരയിൽ പ്രവേശിക്കുന്നു. സെപ്റ്റംബർ 13 തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മാസാന്ത്യത്തിൽ ചോതി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ബുധൻ മാസാദ്യം ചിങ്ങം രാശിയിലുണ്ട്. സെപ്റ്റംബർ 15 ഉച്ചരാശിയായ കന്നിയിൽ പ്രവേശിക്കുന്നു. സെപ്റ്റംബർ മുഴുവനും ബുധൻ മൗഢ്യത്തിലുമാണ്. ശുക്രൻ മാസാദ്യം കർക്കിടകം രാശിയിലാണ്. സെപ്റ്റംബർ 14 ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ 2025 സെപ്റ്റംബർ മാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകും. തീരുമാനങ്ങളെല്ലാം ആലോചിച്ചെടുക്കേണ്ട സന്ദർഭമാണ്. പ്രായോഗിക പരിചയം മുന്നേറുവാൻ വഴിയൊരുക്കും. ചില തടസ്സങ്ങൾ അനിവാര്യമായി സംജാതമാകും. നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ മുഴുവനായി സംതൃപ്തി കൈവരുമെന്ന് പറയുവാൻ കഴിയുന്ന മാസമല്ല. ഓരോ രീതിയിലുള്ള അസാരസ്യങ്ങൾ വന്നു ചേരും. തൊഴിൽ യാത്രകൾ വേണ്ടി വന്നേക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് വരുവാനുള്ള അവസരം തുറന്നു കിട്ടും. സഹോദരാനുകൂല്യം അധികം പ്രതീക്ഷിക്കേണ്ട മാസമല്ല. 6-ലെ ചൊവ്വ ആത്മവിശ്വാസം സമ്മാനിക്കും. പ്രതിസന്ധികളെയെല്ലാം മുൻകൂട്ടി കാണുവാൻ കഴിയുന്നതാണ്. പോംവഴി സ്വയം രൂപപ്പെടുത്തുകയും ഒപ്പമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവാൻ കഴിയും. കടബാധ്യത ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ബഹുകാര്യങ്ങളിൽ മുഴുകുവാൻ കഴിയും. ജോലി ഭാരം അല്പം കൂടുന്ന മാസമാണ്. നിങ്ങളുടെ ആത്മാർത്ഥതയെ മേലധികാരികൾ ചൂഷണം ചെയ്യുന്നതായി തോന്നാം. ദൗത്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ രണ്ടു മനസ്സുണ്ടാകും. എങ്കിലും സമർപ്പിച്ചു തന്നെ പ്രവൃത്തികളിൽ മുഴുകുവാൻ കഴിയുന്നതാണ്. പുതിയ ജോലിക്കായി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഫലവത്തായേക്കും. തന്മൂലം വീട്ടിൽ നിന്നും അകലങ്ങളിലേക്ക് മാറുവാൻ ഇടയുണ്ട്. കുടുംബസമേതം യാത്രകൾ ഉണ്ടാകും. പതിവ് വിരസതകളിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ശീലം നിയന്ത്രിക്കാനായി പുതിയ പ്രതിജ്ഞ കൈക്കൊണ്ടേക്കും. പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ച വരുവാനിടയുണ്ട്. ആരാധ്യ വ്യക്തികളെ കാണാൻ ശ്രമിക്കുന്നതാണ്. സാമ്പത്തികമായി എല്ലാ രീതിയിലും വളരെയധികം സംതൃപ്തി ഭവിക്കുന്ന മാസമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാകില്ല പല കാര്യങ്ങളും നടക്കുക. എങ്കിലും നിങ്ങൾക്ക് സന്ദർഭത്തിനൊത്ത് ഉയരുവാൻ കഴിയുന്നതാണ്. സ്വയം തിരുത്തുവാനും ആത്മപരിശോധന നടത്തുവാനും തയ്യാറാകേണ്ടതുണ്ട്. ധനപരമായി നല്ല കാലമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്.
സർക്കാർ അതുമല്ലെങ്കിൽ ബാങ്ക് വായ്പകൾക്ക് സാധ്യതയുണ്ട്. കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും കിട്ടിയേക്കും. പുതിയ സംരംഭങ്ങൾ കുറച്ചൊക്കെ ശരിയായി ചുവടുറപ്പിച്ച് തുടങ്ങുവാൻ കഴിയും. അവിവാഹിതരായ ആളുകളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുന്ന മാസമാണ്. ആഡംബരത്തിനായി ചെലവ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയുന്നതാണ്. പഞ്ചമഭാവത്തിലെ ചൊവ്വ സൂചിപ്പിക്കുന്നത് മക്കളുടെ പിടിവാശിയെയാണ്. തന്മൂലം മനക്ലേശമുണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 4-ലും 5-ലുമായി സഞ്ചരിക്കുന്നു. 2-ൽ വ്യാഴവും 11-ൽ ശനിയും തുടരുകയാണ്. ന്യായമായ അഭീഷ്ടങ്ങൾ കരഗതമാകുന്ന കാലമാണ്. പ്രശ്നങ്ങൾ തുടരും, എന്നാൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അധിക ജോലിഭാരം നിങ്ങളെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് പുതിയത് കണ്ടെത്തുവാൻ തൽക്കാലം ഗ്രഹാനുകൂല്യം ഇല്ലെന്ന കാര്യം ഓർമ്മിക്കണം. വേതന വർധനവ് നാമമാത്രമായി പ്രതീക്ഷിച്ചാൽ മതി. സ്വാശ്രയ ബിസിനസ്സിൽ വളർച്ച പ്രതീക്ഷിക്കാം. ഉപഭോക്താക്കൾ സേവനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തും. കുടുംബ ബന്ധങ്ങളിൽ ദാർഢ്യം ഭവിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അസംതൃപ്തി അല്ലെങ്കിൽ മനോവിഷമം വരാം. കൂട്ടായ ചർച്ചകൾക്കും ഒത്തുചേരലുകൾക്കും അവസരം സൃഷ്ടിക്കണം. സാമ്പത്തികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കില്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വിരക്തി അനുഭവപ്പെടും. ബന്ധുസമാഗമം ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കുന്ന കാലമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. എല്ലാ രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കും. യാഥാർത്ഥ്യക്കാൾ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത്. പരിശ്രമങ്ങളിൽ ഫലം സാധ്യത വളരെയധികം കുറവാണ്. നിങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുമെന്നൊരു മെച്ചമുണ്ട്. ഉന്നതരുടെ വാഗ്ദാനം ലഭിക്കും. അത് പ്രാവർത്തികമാക്കുവാൻ സാധ്യത വളരെയധികം കുറവാണ് എന്നതാണ് ഫലശ്രുതി. സാമ്പത്തികമായി സ്വല്പം സ്വസ്ഥത വരുവാൻ ഇടയുണ്ട്. പാരമ്പര്യ സ്വത്തിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. കുടുംബകാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനം നിങ്ങൾക്ക് കൈക്കൊള്ളേണ്ടി വന്നേക്കും. തന്മൂലം കുടുംബ സമാധാനം കുറയുവാൻ ഇടയുണ്ട്. കാലഘട്ടത്തിനിണങ്ങുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും. ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനും സാധിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം മികച്ചതാകും. തൊഴിലിൽ വളർച്ച പ്രതീക്ഷിക്കാം. അധികാരികൾക്ക് അഭിമാനിക്കുവാനുള്ള അവസരം വന്നുചേരും. ദുർഘടമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ മാസം ധനവരവ് മോശമാകില്ല. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പ് ഇവയിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. പാരമ്പര്യ കർമ്മരംഗത്ത് മടുപ്പ് അനുഭവിക്കുവാൻ ഇടയുണ്ട്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ആശ്വാസം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ ഗവേഷണത്തിനോ വിദേശ യാത്രകൾ സാധ്യമാണ്. പ്രണയ ജീവിതം പുഷ്കലമായി തുടരുന്ന കാലം തന്നെ. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. കടം വാങ്ങേണ്ടി വന്നേക്കാം. കരാറുകളിൽ പങ്കാളിയാകുമ്പോൾ സേവന വേതന വ്യവസ്ഥകൾ വായിച്ചറിയുന്നത് ഗുണകരമാകും. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ബഹുകാര്യങ്ങൾ കാരണം ഔദ്യോഗിക ജീവിതം തിരക്ക് പിടിച്ചതായി അനുഭവപ്പെടും. പൊതുസംരംഭങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. കാര്യാലോചനകളിൽ പങ്കെടുക്കുകയാൽ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് വ്യക്തത കൈവരും. അന്യദിക്കിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. മകൻ്റെ ജോലിക്കാര്യത്തിൽ അനുകൂലമായ സൂചന ലഭിക്കും. വസ്തു അതുമല്ലെങ്കിൽ വീട് വാങ്ങുന്ന കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ടഭിപ്രായം ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ദൂരദിക്കിൽ നിന്നും ഉറ്റ ബന്ധുക്കൾ എത്തുന്നതാണ്. ലോൺ അടഞ്ഞു തീരുകയാൽ വളരെയധികം സന്തോഷമുണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിലിടത്തിൽ വേണ്ടത്ര സ്വാസ്ഥ്യം കിട്ടിയേക്കില്ല. കർക്കിടക രാശിക്കാർക്ക് മാസാദ്യം സ്വൈര്യം കുറയുന്നതാണ്.
അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പുതിയ ജോലി തേടുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങളുടെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. പാരമ്പര്യ സ്വത്ത് വിൽക്കുവാനുള്ള ശ്രമം വിജയിക്കും. തന്മൂലം നിങ്ങളുടെ കടബാധകൾ വീട്ടുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സുകാർക്ക് വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ പരസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് ആഘോഷങ്ങൾക്കായി നാട്ടിലെത്തുവാൻ കഴിയുന്നതാണ്. പ്രണയ വിഘ്നങ്ങളെയെല്ലാം മറികടക്കുവാൻ കഴിയും. സാങ്കേതിക ജ്ഞാനം സമ്പാദിക്കുവാൻ അവസരമുണ്ടാകും. രാഷ്ട്രീയ മത്സരങ്ങളിൽ പദവി നിലനിർത്തുവാൻ ക്ലേശിക്കേണ്ടി വരുന്ന മാസം കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് വിശ്വസിച്ചവർ എതിര് നിൽക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ ഫലപ്രദമാകും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം സ്വാന്തനമേകുന്ന മാസം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള സന്ദർഭം വന്നുചേരും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റമോ വേതന വർധനവോ ഉണ്ടാകും. ഗാർഹിക സാഹചര്യങ്ങൾ പൂർണ്ണമായും തൃപ്തി നൽകുന്നവയാകില്ല. അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നത് അഭികാമ്യമാകും. കുറച്ചു കാലമായി വിൽക്കുവാൻ നിങ്ങൾ ശ്രമിച്ച വസ്തുവിന് ഇപ്പോൾ ആവശ്യക്കാരുണ്ടാകും. ഗവേഷണ പ്രബന്ധം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. കലാകാരന്മാർക്ക് വളരെയധികം അവസരങ്ങൾ വന്നുചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ മത്സരാധിഷ്ഠിത കരാറുകൾ നേടുവാൻ കഴിയും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ കൂടുവാൻ ഇടയുണ്ട്. നിങ്ങൾ വായ്പയ്ക്കായുള്ള അപേക്ഷ നൽകിയത് പരിഗണിക്കപ്പെടുന്നതാണ്. ഗൃഹനിർമ്മാണം സംബന്ധിച്ച ആലോചനകൾ എല്ലാ രീതിയിലും വിജയത്തിലേക്ക് കുതിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ജന്മത്തിലും രണ്ടിലുമായി ആദിത്യൻ പാപഗ്രഹയോഗത്തോടെ സഞ്ചരിക്കുന്നതിനാൽ പുരോഗതി എല്ലാ രീതിയിലും തടസ്സപ്പെടുന്നതാണ്. കാര്യനിർവഹണത്തിന് പരാശ്രയം ആവശ്യമായി വരും. തൊഴിൽ സ്ഥാപനത്തിൻ്റെ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട്. ആലോചനാശൂന്യമായ തീരുമാനങ്ങൾ യാതൊരു രീതിയിലും നിങ്ങൾ ഈ മാസം കൈക്കൊള്ളരുത്. സാമ്പത്തികമായി കുറച്ചൊക്കെ മെച്ചം ഭവിക്കും. മുൻകാല കുടിശ്ശികയോ ജോലിയിൽ നിന്നും പിരിഞ്ഞവർക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യമോ കിട്ടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിനുള്ള പ്ലാൻ തയ്യാറാക്കുവാൻ കഴിയും. മകളുടെ ജോലി സ്ഥലത്ത് പോയി താമസിക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകും. ക്ഷോഭം എല്ലാ രീതിയിലും നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആരോഗ്യ പരിരക്ഷ അനിവാര്യമായി വരുന്ന മാസം കൂടിയാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. 11 വ്യാഴം സഞ്ചരിക്കുകയാൽ ജീവിത ഉത്കൃഷ്ട പാതകളിലൂടെ സഞ്ചരിക്കും. ധനപരമായി വളരെയധികം തൃപ്തിയുണ്ടാകും. ചിട്ടി പോലുള്ള നിക്ഷേപങ്ങളിൽ ചേരുവാൻ കഴിയുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങുവാൻ സാമ്പത്തിക സ്ഥിതി സഹായകമാകും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത ഉയരുന്നതാണ്. ജന്മത്തിലും രണ്ടിലുമായി ആദിത്യൻ, കേതു, കുജൻ എന്നീ ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നതിനാൽ വഴിനടത്തം, കായിക അധ്വാനം എന്നിവ മൂലം ദേഹക്ലേശമുണ്ടാകും. മിക്കവാറും അകാരണമായി മനക്ലേശം അനുഭവപ്പെടുന്നതാണ്. അധികാരികളുമായോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായോ പൊരുത്തപ്പെടുവാൻ വളരെയധികം വിഷമമുണ്ടാകും. വിദ്യാഭ്യാസത്തിൽ ആലസ്യം നിഴൽ പരത്തുന്നതാണ്. പ്രണയത്തിൽ വിഘ്നങ്ങളും ദാമ്പത്യത്തിൽ സ്വൈര്യക്കേടുകളും സാധ്യതയാണ്. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ശക്തമായ നിലപാടെടുക്കുകയാൽ സംഘടനകളിൽ എതിർപ്പുയരുന്നതാണ്. വിവാദങ്ങളിൽ മൗനം അവലംബിക്കുന്നതാണ് ഉചിതം. ദുരാരോപണങ്ങളെ തസ്കരിക്കും. സാമ്പത്തികമായി പിരിമുറുക്കത്തിന് അയവുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി ചിലപ്പോൾ ദുർബലമാകുന്ന കാലം കൂടിയാണ്. വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. സാങ്കേതിക ജ്ഞാനം പുതുതലമുറയിൽ നിന്നും നേടുവാൻ കഴിയുന്നതാണ്. ആദർശത്തിൽ അഭിനിവേശമുണ്ടാകും. എന്നാൽ സ്വയം അവ ലംഘിച്ച് പ്രായോഗികത കൈക്കൊള്ളേണ്ടി വരുന്ന മാസം കൂടിയാണ്.
പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് സ്നേഹബന്ധം പുതുക്കുവാൻ കഴിയും. അനാവശ്യമായ തിടുക്കം ഉപേക്ഷിക്കുന്നതാണ് എല്ലാ രീതിയിലും നിങ്ങൾക്കുചിതം. കരാറുകൾ പുതുക്കി കിട്ടുവാനിടയുണ്ട്. ചെറു സംരംഭങ്ങൾ ബാലാരിഷ്ടതകൾക്ക് കടന്നു പോകുന്നതാണ്. ആരോഗ്യപരമായി സമാശ്വാസം ഭവിക്കുന്ന മാസം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. 12ലും ജന്മത്തിലും ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ മാനസികമായ സമ്മർദ്ദം തുടരുന്നതാണ്. ചെറിയ നേട്ടങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ആവർത്തിത ശ്രമം ആവശ്യമാകും. പുതിയ ജോലി കിട്ടുവാനായി അന്വേഷണ ശ്രമം കൂട്ടേണ്ടതുണ്ട്. സംഘടനകളിൽ പിന്തുണ നിങ്ങൾക്ക് കുറയുന്നതാണ്. സാമ്പത്തിക രംഗത്ത് യാതൊരു രീതിയിലും നിങ്ങൾക്ക് തളർച്ചയുണ്ടാകുന്ന മാസമല്ല. എന്നാൽ ചെലവിന് പല വഴികളും വന്നെത്തും. ദിനചര്യകളിൽ ആലസ്യം വരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഏകാഗ്രത കുറയുന്നതാണ്. പഴയ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിൻ്റെ മനസ്സമാധാനം കുറഞ്ഞേക്കും. ദാമ്പത്യ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകൾ കൂടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളുടെ തർക്കത്തിൽ മൗനം പാലിക്കുന്നതാണ് ഉത്തമം. തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ വന്നു കിട്ടും. ഏജൻസി അതുമല്ലെങ്കിൽ കമ്മീഷൻ ഏർപ്പാടുകൾ എല്ലാ രീതിയിലും ഗുണകരമാകുന്നതാണ്. ചെറു സംരംഭങ്ങൾ ഉള്ള ആളുകൾക്ക് വളരെയധികം ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. കന്നി രാശിക്കാരേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങളാകും തുലാം രാശിക്കാർക്ക് ഈ മാസം വന്നെത്തുക. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സെപ്റ്റംബറിൽ ഔദ്യോഗിക രംഗത്ത് സമാധാനം കുറയുന്നതാണ്. മേലധികാരികളാൽ ചോദ്യം ചെയ്യപ്പെടാം. നേട്ടങ്ങളെല്ലാം മെല്ലെയാകും. വരവിനേക്കാൾ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാം. തുലാം രാശിക്കാർക്ക് ഉദ്യോഗസ്ഥലത്ത് സമാധാനമുണ്ടാകും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം. സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും മധ്യേ പാലമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിജയ കിരീടം ചൂടുവാനുള്ള അവസരം സിദ്ധിക്കും. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. ഗാർഹിക രംഗത്ത് അലോസരമുണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ഗുരുനാഥന്മാരെ കണ്ട് അഭിപ്രായം തേടുവാനും കഴിയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസം എല്ലാ രീതിയിലും ഉയരുന്ന കാലമാണ്. ആസൂത്രണ വൈഭവം ശ്രദ്ധിക്കപ്പെടും. മുൻപ് തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സുഗമമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലും നിരാശപ്പെടേണ്ടി വരില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ്. നവ്യമായ പരിഷ്കരണങ്ങൾക്ക് മുന്നോട്ട് വരും. ശാസ്ത്രീയവും ഗവേഷണവുമായ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹം തീരുമാനത്തിലേക്ക് കുതിക്കും. പിതൃപുത്ര ബന്ധത്തിലെ കാലുഷ്യങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. മാസത്തിൻ്റെ അവസാനത്തെ ഏതാനും ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. ചെലവ് അധികരിക്കുവാൻ ഇടയുള്ള മാസമായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതും ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. അപ്രസക്തമായ കാര്യങ്ങളുടെ പിറകെ പോകുന്ന പരിപാടി അവസാനിപ്പിക്കും. തൊഴിലില്ലാത്തവർക്ക് താൽക്കാലികമായ വരുമാന മാർഗമെങ്കിലും തുറന്നു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ ഏകോപന നൈപുണ്യം പ്രശംസിക്കപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ഔത്സുക്യം പുലർത്തുന്നതാണ്. വിദേശത്ത് പഠന സാധ്യതകൾ ആരായും. സഹജമായ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുവാനും പോഷിപ്പിക്കുവാനും സന്നദ്ധത ഉണ്ടാകുന്ന മാസമാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സ ഒരുക്കും. സകുടുംബം തീർത്ഥാടനമോ വിനോദയാത്രയോ സാധ്യതകളാണ്. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് സ്വരച്ചേർച്ച കുറയാം. സർക്കാരിൽ നിന്നും അനുവാദം അല്ലെങ്കിൽ ലൈസൻസ് ഇവയല്ലെങ്കിൽ ആനുകൂല്യം എന്നിവ ലഭിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകുന്ന കാലമാണ്. തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. നിങ്ങളുടെ നവീന സംരംഭത്തിന് സർക്കാരിൽ നിന്നുള്ള അംഗീകാരമോ അനുവാദമോ ലഭിക്കുന്നതാണ്.
ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചകൾ ദിശാബോധം നൽകുവാൻ ഉതകുന്നതാണ്. മത്സരങ്ങൾ, അഭിമുഖങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. വിദ്യാഭ്യാസ വായ്പ ലഭിക്കുവാനിടയുണ്ട്. വ്യവഹാരങ്ങളിൽ ന്യായമായ തീർപ്പ് സുനിശ്ചിതമാണ്. നിങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിൽ 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയാൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാൻ യാതൊരു രീതിയിലും മറക്കരുത്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് വളരെ കാലത്തിന് ശേഷം ജന്മനാട്ടിൽ പോകുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ തൊഴിൽ അന്വേഷണം സഫലമാകും. ന്യായമായ പദവികൾ ലഭിച്ചേക്കാം. സ്ഥാനോന്നതി കൈവരുന്ന മാസമാണ്. സ്വന്തം മേഖലയിൽ മേധാവിത്വം പുലർത്തുവാൻ കഴിയും. പിതൃപുത്ര ബന്ധം മുന്നത്തെക്കാൾ രമ്യമാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. ഗൃഹനിർമ്മാണാദികൾ മെല്ലെയാകുവാൻ ഇടയുണ്ട്. വായ്പകൾ പരിഗണിക്കപ്പെടും. എന്നാൽ ധനാഗമത്തിന് കാത്തിരിക്കേണ്ടി വന്നേക്കാം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് നവചികിത്സ മൂലം രോഗനിർവൃതി വരാം. ഉപാസനാദികൾ പുഷ്ടിപ്പെടുന്നതാണ്. ഭൗതികമായ നിലവാരം വളരെയധികം ഉയർന്നേക്കും. 11-ൽ ചൊവ്വ തുടരുകയാൽ നിങ്ങളുടെ ഭൂമി വിൽക്കുക, അതുമല്ലെങ്കിൽ വാങ്ങുക ഇത്യാദികൾ സാധ്യതകളാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലെ അനൈക്യം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. അഷ്ടമ രാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നതിനാൽ പല തടസ്സങ്ങളും അകന്നു കിട്ടും. നിങ്ങളുടെ മനസ്സിൻ്റെ നിരുന്മേഷത നീങ്ങുന്നതാണ്. പ്രത്യാശ പൊട്ടിമുളയ്ക്കുന്ന കാലമാണ്. ജോലി തേടുന്ന ആളുകൾക്ക് മുമ്പത്തേക്കാൾ നല്ല അവസരങ്ങൾ വന്നെത്തും. പ്രൈവറ്റ് ജോലി കൊണ്ട് ന്യായമായ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പിതാവിന് തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നെത്തും. രാഷ്ട്രീയത്തിൽ സൽപ്പേരുണ്ടാകുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുന്നതാണ്. ബന്ധുക്കൾക്കിടയിലെ കാലുഷ്യം അകന്നു കിട്ടും. സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. ചുറ്റും ചതിക്കുഴികൾ ഉണ്ടെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് വളരെയധികം ഗുണകരമാകും. അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യുന്നതാണ്. വാഹനയാത്രയിൽ വളരെയധികം കരുതലുണ്ടാകണം. ധനനിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. കാര്യനിർവഹണത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഔദ്യോഗികമായി അധികാരമുള്ള ചുമതലകൾ മേലധികാരിയെ വിശ്വസിപ്പിച്ചേൽപ്പിക്കുവാൻ കഴിയും. നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് സ്വീകാര്യമാകുന്നതാണ്. ജോലിഭാരം അമിതമാകുന്ന മാസമല്ല. വ്യാപാര മേഖലയിൽ ആവിഷ്കരിച്ച വിപണന തന്ത്രങ്ങൾ ഫലം കാണും. പരസ്യത്തിനായി ഏർപ്പെട്ട ചെലവുകൾ അല്പാൽപമായി കിട്ടിത്തുടങ്ങുന്നതാണ്. പഴയ സ്വത്ത് തർക്കം മൂലം നിസ്സഹകരണം തുടർന്ന ബന്ധുക്കൾ വീണ്ടും അടുക്കുന്നതാണ്. പ്രബന്ധരചനയ്ക്കായി സമയം കണ്ടെത്തുവാൻ കഴിയും. 4-ാം ഭാവത്തിലെ കണ്ടകശനി വക്രഗതിയിലാകുകയാൽ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ജന്മനാട്ടിൽ കഴിയുന്ന മാതാപിതാക്കളെ സന്ദർശിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് എതിർപ്പുകൾ കുറയുന്നതിൽ ആഹ്ലാദം ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ ഖേദിക്കും. താൽക്കാലികമായ ജോലി കരഗതമാകുന്ന മാസമാണ്. സാമ്പത്തികമായ പിരിമുറുക്കത്തിന് അയവുണ്ടാകുമെങ്കിലും കൊടുകാര്യസ്ഥത വരാതിരിക്കുവാൻ ജാഗ്രത വേണ്ടതുണ്ട്. പൊതുസംരംഭങ്ങളുടെ കൂടിയാലോചനകൾക്ക് അനുകൂലമായ സമയമാണ്. പക്ഷേ തുടങ്ങുവാൻ ഈ സമയം സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത്. സാങ്കേതികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങിയവർക്ക് കാര്യങ്ങൾ തട്ടിയും മുട്ടിയുമാണെങ്കിലും മുന്നോട്ടു പോകും. വായ്പകൾ നേടുവാൻ ആവർത്തിത ശ്രമം വേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ ഗ്രന്ഥങ്ങൾ കൂടുതലായി ആവശ്യമായി വരും. മാസത്തിൻ്റെ അവസാന 10 ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്.
അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 8-ലും 9-ലും സഞ്ചരിക്കുകയാൽ ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. അധ്വാന ഭാരം ഇരട്ടിക്കും. മേലധികാരികൾ കഴിവുകളെ അംഗീകരിച്ചേക്കില്ല. ജോലി തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. ബിസിനസ്സിൽ ലാഭം സാമാന്യമായിട്ടാകും കൈവരിക. കൂടുതൽ മുതൽ മുടക്കിന് കാലം അത്ര അനുകൂലമല്ല. ഉപാസനാദികൾക്ക് വിഘ്നം വരാം. ബന്ധങ്ങൾക്ക് ദാർഢ്യം കുറയുവാൻ ഇടയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കത്തിനുള്ള സാധ്യത പ്രതീക്ഷിക്കാം. അക്കാദമിക് ഗവേഷണത്തിന് പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ചെറിയ നേട്ടങ്ങളും ശുഭവാർത്തകളും ആഘോഷങ്ങളും ജീവിതത്തെ സുരഭിലമാക്കുന്ന മാസമാണ്. വിദേശത്തു നിന്നും മകൻ്റെ ധനം വന്നെത്തുന്നതാണ്. ദീർഘയാത്രകളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ആദ്യത്തെ സഞ്ചാരം മൂലമുള്ള ഗുണദോഷ ഫലങ്ങൾ സംജാതമാകും. മുൻകൂട്ടി തീരുമാനിച്ചവ അവസാന നിമിഷം നടന്നു കിട്ടിയേക്കും. അധികാരികളുടെ വിപ്രവൃത്തിക്ക് പാത്രമാകുവാൻ ഇടയുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ബിസിനസ് യാത്രകൾ ഭാഗികമായി വിജയിക്കും. പിതാമഹൻ്റെ അതുമല്ലെങ്കിൽ മാതാമഹൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതലുണ്ടാകണം. ചില കടപ്പാടുകൾ മനസ്സിനെ വ്യാകുലമാക്കുന്നതാണ്. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടി വരുന്നതാണ്. മകളുടെ വിവാഹാലോചനകൾ പുരോഗമിക്കും. വ്യാഴ അനുകൂല്യമുള്ളതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും ഐക്യവും രൂപപ്പെടുന്നതാണ്. ചെലവിൽ എല്ലാ രീതിയിലും നിയന്ത്രണം അനിവാര്യമാണ്. ആരോഗ്യകാര്യത്തിൽ യാതൊരു രീതിയിലുമുള്ള അലംഭാവം കാട്ടരുത്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. 7-ലും 8-ലുമായാണ് ആദിത്യ സഞ്ചാരമാകിയാൽ ആത്മശക്തിക്ക് മങ്ങൽ വരാം. അലച്ചിൽ വർദ്ധിക്കും. അധ്വാനം അധികരിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രതിഫലം കൈവന്നേക്കില്ല. സ്ഥാനപ്രാപ്തിക്ക് കടുത്ത മത്സരങ്ങൾ വേണ്ടതായി ഭവിക്കുന്നതാണ്. വ്യാഴ ആനുകൂല്യമുള്ളതിനാൽ ആത്യന്തിക വിജയം സ്വന്തമാകാതിരിക്കില്ല. വ്യാപാരത്തിൽ നിന്നും ആദായം പ്രതീക്ഷിച്ചത്ര കിട്ടുവാനിടയില്ല. എങ്കിലും ന്യായമായ കാര്യങ്ങളും ആവശ്യങ്ങളും മുടങ്ങുന്ന മാസമല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാറ്റം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസപരമായി ഉന്മേഷവും ഉത്സാഹവും വന്നെത്തുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ കരുത്താകും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനും ആതുരന്മാർക്ക് ചികിത്സാ സഹായം നൽകുവാനും കഴിയുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. കുംഭരാശിക്കാർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അത്യധ്വാനം ആവശ്യമായി വരും. ഉദ്യോഗാർത്ഥികളുടെ നിയമനം നീളാം. വരുമാനം ശരിയാകും. ചെലവുകൾ വെട്ടിച്ചുരുക്കുക അവിലഷണീയമാണ്. ഇഷ്ടവസ്തുക്കൾക്ക് മോഹവില കൊടുക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ദൂരസ്ഥലത്തു നിന്നും നാടിനടുത്തേക്ക് സ്ഥലം മാറ്റം കാത്തിരുന്നവർക്ക് നിരാശയാകും തൽക്കാലം ഫലം ലഭിക്കുക. മേലധികാരിയുടെ അപ്രീതി പുലർത്തും. ചെറുകിട കച്ചവടക്കാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. മീനരാശിക്കാർക്ക് ജീവിതത്തിൽ ശോഭിക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ്. മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഔദ്യോഗിക യാത്രകൾ അധികരിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. പ്രമോഷൻ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയിപ്പുണ്ടാകും. ദാമ്പത്യ കലഹങ്ങളിൽ ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ട്. പ്രണയം പുഷ്കലമാക്കുന്നതാണ്. തീർത്ഥാടനം നവ ഉന്മേഷത്തിന് കാരണമാകും. തൊഴിലിടത്തിൽ സമാധാനമുണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിയുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം കിട്ടും. തൊഴിൽ നിന്നും പിരിഞ്ഞവർക്ക് ആനുകൂല്യങ്ങൾ ഭാഗികമായെങ്കിലും കൈവരുന്നതാണ്. ഭോഗസുഖമുണ്ടാകും. ആരോഗ്യ പരിശോധനകൾ തൃപ്തികരമായ ഫലം സമ്മാനിക്കും. സ്വാശ്രയ തൊഴിലിൽ പുതിയ പാർട്ട്ണർമാരെ ചേർക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. മാസത്തിൻ്റെ അവസാനത്തെ ഏതാനും ദിവസങ്ങൾക്ക് രമ്യത കുറയുന്നതാണ്. സാഹസങ്ങൾക്ക് കഴിവതും മുതിരാതിരിക്കുക. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. മുന്നേക്കൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം ഭാഗികമായെങ്കിലും
പൂർത്തീകരിക്കുവാൻ കഴിയും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തസ്കരിച്ചുകൊണ്ട് നിശബ്ദമാക്കുവാൻ കഴിയുന്നതാണ്. ധനപരമായി മോശം സമയമല്ല. ചൊവ്വയുടെ 7, 8 ഭാവങ്ങളിലെ സ്ഥിതി പ്രണയത്തെയും ദാമ്പത്യത്തെയും ചെറുതായോ വലുതായോ ബാധിച്ചേക്കാം. അതിനാൽ തന്നെ കരുതൽ വേണ്ട സമയമാണ്. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. ബിസിനസ്സിൽ വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ജീവിത രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ്. വ്യായാമത്തിന് കൃത്യമായ സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ വന്നു കിട്ടും. സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും ഉപാസനാദികൾ മുടങ്ങാതിരിക്കുവാൻ കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.